ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻദൂസ് വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുട്ടി ഹെയർ പാക്ക് ഡേ ആണ് കേട്ടോ. ഇത് ഞാൻ മാസത്തിലൊരു 2 തവണ ചെയ്യുന്നൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഹെയർ പാക്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രോട്ടീൻ ഹെയർ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. മുട്ടയും ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തി പൂവാണ് അധികം വേണ്ടത്, പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് കൊഴിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു പൂവേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കാനുള്ള ഐറ്റംസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട മതി കേട്ടോ. ഇതിൽ നമുക്ക് എഗ് യോക്കും എഗ് വൈറ്റും ആഡ് ചെയ്യാം. എഗ് യോക്ക് ഇഷ്ടമല്ലാത്തവർക്ക് എഗ് വൈറ്റ് മാത്രം ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു 2 മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത്. 2 മുട്ടയുടെ വൈറ്റ് ആഡ് ചെയ്യുക കേട്ടോ. ഇനി എഗ് യോക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചേർക്കുക. അങ്ങനെ ഒരു മുട്ട ഫുള്ള് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെമ്പരത്തി പൂവ്. സാധാരണ ഞാൻ ചെമ്പരത്തി മാത്രമാണ് ഇതിന് എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് ചെമ്പരത്തി ഒന്നും കിട്ടിയില്ല, കാരണം മഴ ആയതുകൊണ്ട് എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുള്ളത്. ഇല എടുത്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇല യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ പൂവ് മാത്രമേ എടുക്കലുള്ളൂ. എങ്കിലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് 3ഉം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലും കൂടെ ആഡ് ചെയ്യാണ്ട്, നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഇതിലേക്ക് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇതൊരു കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്, കാരണം നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ, ഇങ്ങനെ കട്ടയായിട്ട് വിട്ടുപോരുന്ന രീതിയിലാണ് ഈ പാക്ക് ഉള്ളത് കേട്ടോ. ഇനി നമുക്കിത് നേരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഹെയറൊക്കെ നല്ലോണം ഡീറ്റാങ്കിൾ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ. കാരണം നമ്മൾ ഓയിൽ ഇതിലേക്ക് ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഓയിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. മുട്ട എന്താണ് പ്രോട്ടീൻ എല്ലാവർക്കും അറിയാമല്ലോ. ഡാൻഡ്രഫ് മാറാനും സ്പ്ലിറ്റ് എൻഡ്സ് മാറാനും ഒക്കെ നല്ല അടിപൊളിയാണ് മുട്ട. പിന്നെ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും വളരെ എഫക്റ്റീവാണ് മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും ഒക്കെ കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. ഇത് മിക്കവരും ട്രൈ ചെയ്തിട്ടും ഉണ്ടാവും ഈ പാക്ക്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ ചേരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോട്ടീൻ ഹെയർ പാക്കാണ് കിട്ടാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടി നല്ല തിങ്ങി നിറങ്ങി നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സ് കിട്ടും കേട്ടോ നമുക്ക്. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഇതുപോലെ ഇത് യൂസ് ചെയ്തതിന് ശേഷം മുടി നല്ല തിങ്ങി നിൽക്കുന്ന പോലെ, കട്ടിയായിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്സ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഞാനിതൊരു മാസത്തിൽ 2 തവണയാണ് ഈ ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ചെയ്യാറുള്ളത്. നമ്മൾ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാതും പ്രോട്ടീൻ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. ഞാനൊരു 20 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ട്. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക കേട്ടോ. പുറത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.